എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിത് ഒരു തറയാണെന്ന് ഇതൊരു വീടിൻ്റെ തറ, അത് ഉത്തമക്കോലിൽ തന്നെ എടുത്തിരിക്കുന്ന തറയാണ് കേട്ടോ. ആ തറയിൽ എങ്ങനെ തറ കിടക്കണം, എപ്പോഴും ഈക്വലായിട്ട് കിടക്കുകയാണ്, എല്ലാ വശവും ഒരേപോലെ പൊക്കം, ഒന്നിനും വേരിയേഷൻ വരാത്ത രീതിയിൽ തറ കെട്ടി 4 മൂലകളാക്കി തീർക്കുന്നതാണ് നല്ലത്. 2, അഥവാ ഇനി ഉയർച്ച താഴ്ചകൾ വരണമെന്നുണ്ടെങ്കിൽ കിഴക്കിൻ്റെ ഒരു 1/3 വിട്ടിട്ട് ബാക്കി ഭാഗത്ത് കിഴക്ക് വരെയും, അവിടെ നിന്നും ഇതേപോലെ വടക്കിൻ്റെ നീളത്തിൽ പടിഞ്ഞാറ് നിന്നും 1/3 ഒഴിവാക്കി 2/3 ഭാഗം ഇവിടെയും ചെറിയ താഴ്ചകൾ വരുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ലാതെ ഒരു കാരണവശാലും ബാക്കി സ്ഥലങ്ങളിൽ തറയേക്കായാലും താന്ന് വീടിൻ്റെ വശങ്ങൾ തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് ദിശകളിൽ വരുത്താതിരിക്കുക. അടുത്തത്, നമ്മളൊരു വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതും കൃത്യം കിഴക്ക് വരാത്ത രീതിയിൽ തെക്ക് വശം ഫുള്ളായിട്ട് കാതലുള്ള വൃക്ഷങ്ങൾ വരുത്താം. പടിഞ്ഞാറ് വശവും ഫുള്ളായിട്ട് കാതലുള്ള വൃക്ഷങ്ങൾ വരുത്താം. വടക്ക് വശത്തെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ മാവ്, പേര ഇങ്ങനെയുള്ള വൃക്ഷങ്ങളാണ് നടുന്നത് വളരെ നല്ലത്. പിന്നെ ശ്രദ്ധിക്കേണ്ട, ഇതൊരു വീടാണെങ്കിൽ ഒരു കാരണവശാലും അത്തി എന്ന വൃക്ഷം തെക്ക് വശത്ത് മാത്രമാണ് അത്തിയുടെ സ്ഥാനം. ഇത് അത്തിവൃക്ഷം മറ്റേത് ദിശയിൽ വെച്ചാലും ആ വീട്ടിൽ വസിക്കുന്നവർക്ക് മാനസികമായ ഡിപ്രഷൻ വരെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതാണ്. കാരണം ഇത് ഓൾറെഡി നമ്മൾ വെച്ചാലുള്ള പ്രശ്നം. അതല്ലാതെ പാരമ്പര്യമായിട്ട് ഡിപ്രഷൻ ഉണ്ടാകുന്നത് അത് വേറെ. വീണ്ടും നമ്മൾ ജന്മത്തിൽ 5ാം സ്ഥാനത്തൊക്കെ പാപഗ്രഹങ്ങളോട് കൂടി ഗുളികനെ മറ്റ് നീച ഗ്രഹങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിലും ബുധനോടുകൂടി ഗുളികൻ നിന്നാലും ഒക്കെ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിക്ക് മാനസിക രോഗമുണ്ടാകും. അത് പിന്നെ ഇതൊന്നും ഇല്ലെങ്കിലും ഈ തെക്ക് വശത്തല്ലാതെ വേറെ ഒരു ദിശയിലും നമ്മൾ അത്തിവൃക്ഷം വെക്കാതിരിക്കുക. അടുത്തത്, ഇത്തി എന്ന വൃക്ഷം വടക്ക് വശത്താണ് അതിൻ്റെ സ്ഥാനം. ഇത്തിക്ക് വേറൊരു ദിശയിലും വെക്കാൻ കൊള്ളുകയില്ല. തെക്ക് വശത്ത് വീണ്ടും വെക്കാൻ പറ്റുന്നത് വാളംപുളിയാണ്. പിന്നീട് കാതലുള്ള വൃക്ഷങ്ങൾ ഒരു വീടിൻ്റെ ബ്രഹ്മസ്ഥാനങ്ങളിൽ തട്ടാതെ വേണം വെക്കുവാൻ. കൂടാതെ തെക്ക് പടിഞ്ഞാറ് ദിശകളിൽ കാതലുള്ള വൃക്ഷങ്ങൾ വെക്കാൻ വളരെ നല്ലതാണ്. വീടിന് അതിര് മിറ്റത്തിൻ്റെ ഔട്ട്സൈഡിലായിട്ട് മുരിങ്ങയൊക്കെ നിന്നാലും കുഴപ്പമില്ല. അത് നമുക്ക് അത്ര ബാധിക്കത്തില്ല. മുറ്റവും വീടിൻ്റെ തറയും ഫുള്ള് നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.